പുറത്ത് നല്ല മഴക്കോളാടോ. നല്ല വിശപ്പുണ്ട്. എന്താന്നറിയില്ല ഈ മഴക്കോള് വരുമ്പഴത്തേനും വല്ലാത്തൊരു വിശപ്പാടോ. അപ്പഴേ ഈ മാങ്ങയിട്ട മീൻകറി ഉണ്ടല്ലോ, അതങ്ങോട്ട് തേങ്ങ അരച്ചതേ, അതങ്ങോട്ട് കൂട്ടി ചോറങ്ങോട്ട് കഴിക്കാനൊരു കൊതിയേ. ആ സമയത്ത് അങ്ങനെ ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാ ഒന്നും നോക്കിയില്ല, മാങ്ങ ഇരിപ്പുണ്ട്, മീനും ഇരിപ്പുണ്ട്. എന്നാ പെട്ടെന്ന് മീൻകറി ആക്കാന്ന് കരുതിയിട്ട് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങി ട്ടോ. മീൻകറി തേങ്ങ അരച്ച മീൻകറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലുവേ കുറച്ച് തേങ്ങ അങ്ങോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു 4, 5 കുഞ്ഞുള്ളി ഇട്ടിട്ടേ മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. എന്നിട്ട് അത് ചട്ടിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടേ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നും കളയരുത് എന്നല്ലേ. ഇനി അതിലേക്ക് ഒരു പഴുത്ത തക്കാളി എടുത്തൊന്ന് അരിഞ്ഞിട്ടിട്ടേ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മാങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ടേ ഞാനൊന്ന് അടച്ച് വെച്ചതാ. പക്ഷേ ആ തീരുമാനം തെറ്റായി പോയോ എന്ന് എനിക്കൊന്ന് തോന്നി. അടച്ചു വെച്ചൊന്ന് തുറന്നപ്പോഴത്തേക്കിനും ആകെ ഒരു പണി കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്നും കാര്യമാക്കിയില്ല. ഇനി കഴുകി വെച്ച മീൻ അങ്ങോട്ട് നിങ്ങൾക്കിത് ഏത് മീനിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഈ മീനൊരു പ്രത്യേക ടേസ്റ്റാടോ. ഇനി ഇതെല്ലാം മീനും ഇട്ടെടുത്തിട്ടേ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഞാനൊന്ന് അടച്ച് വെക്കും കേട്ടോ. ഇനി ഇത് തിളച്ച് പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ അങ്ങനെ ഒരു ഉറപ്പെന്ന് ചോദിച്ചാലേ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ടേ അത് മീൻ വേവുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും കേട്ടോ. നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് മീൻ സെറ്റായി. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടാൽ കറി റെഡി.